ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച ആളുകൾ സഭയിലുള്ള ലീഡർഷിപ്പുമായിട്ട് സംസാരിക്കുകയും ആശയവിനിമയം ചെയ്യുകയും ഒരു പരസ്പര ധാരണയിൽ വരേണ്ടത് ആവശ്യമാണെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. രണ്ടാമത്തെ സെക്ഷൻ, അങ്ങനെ നമ്മുടെ ശുശ്രൂഷ എന്ത് എന്ന് വ്യക്തമായിട്ട് സഭാ നേതൃത്വവുമായിട്ട് പങ്കിട്ടാൽ സഭാ നേതൃത്വത്തിന് കാര്യം മനസ്സിലാകുകയും ചെയ്യും. അവർ നമുക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ നൽകുകയും ചെയ്യും എന്ന് നമ്മൾ വായിക്കുന്നു. വാക്യങ്ങൾ 2-ാം അധ്യായം 3-4 വാക്യം. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ സെക്ഷനാണിത്. 2-ാമത്തെ സെക്ഷൻ വാക്യങ്ങൾ 3 തൊട്ട് 5 വരെ. ആത്മീക നേതൃത്വ സ്ഥാനം ദൈവം ആർക്ക് നൽകിയിട്ടുണ്ട്? അവർ സഭയുടെ ലീഡർഷിപ്പിനോട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തിയാൽ സഭയുടെ ലീഡർഷിപ്പ് അവർക്ക് വേണ്ട പിന്തുണ നൽകും. ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമ മാതൃകയ്ക്ക് അനുസരിച്ചുള്ള സഭയില് അച്ഛന്മാരില്ല, മെത്രാന്മാരില്ല. അങ്ങനെ ഇന്ന് നമ്മൾ സമുദായങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം അല്ലെ ഒരു ഭരണകൂടം നമ്മൾ കാണുന്നില്ല. അങ്ങനെ പുതിയ നിയമസഭയിൽ കാണാത്തതിന്റെ കാരണം കൊണ്ട് നമ്മുടെ ഈ ലീഡർഷിപ്പിൽ ദൈവം വിളിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിൽ അരാജകത്വം കടന്നു വരാൻ സാധ്യതയുണ്ട്. വേർപാട് സഭയിൽ 1970 കഴിഞ്ഞ് നമ്മൾ ഇത് വളരെയധികം കാണുന്നുണ്ട്. അരാജകത്വം ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചായിരുന്നു. 70കളിൽ ഞാൻ പറയാൻ കാരണം 1970കളിലാണ് കേരളത്തില് പെന്തിക്കോസ്തുകാരുടെയും ബാപ്റ്റിസ്റ്റുകാരുടെയും ഇടയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ പ്രവാഹം തുടങ്ങിയത്. ആ സമയത്ത് ഈ പ്രസ്ഥാനങ്ങളോട് നിന്ന് കള്ളത്തരം കാണിച്ച കാശിന്റെ കാര്യത്തിലോ നൈതിക ധാർമ്മിക വിഷയങ്ങളിൽ കള്ളത്തരം കാണിച്ച ഒത്തിരി പേരെ അവർ പുറന്തള്ളി. അതിൽ ഒത്തിരി ആളുകൾ വേർപാടിൽ വന്നടിയുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളവർ വേർപാട് സഭയ്ക്ക് ഒരു സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് ഒറ്റയാന്മാരായിട്ട് കണ്ടിന്യൂ ചെയ്തെന്ന് മാത്രമല്ല, ഞാൻ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നെ ദൈവമാണ് വിളിച്ചത് എന്നുള്ള ആ ക്ലെയിമോടെ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ തിക്തഫലങ്ങൾ വേർപാട് സമൂഹം വളരെയധികം അനുഭവിച്ചു, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർപാടുകാർക്ക് ഒരിക്കലും മഞ്ഞപ്പത്രം എന്നും പറഞ്ഞ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഈ ഒറ്റയാന്മാരാണ് വേർപാടിൽ മഞ്ഞപ്പത്രം തുടങ്ങിയത്. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, മഞ്ഞപ്പത്രം വായിക്കേണ്ടെന്നേ ഉള്ളല്ലോ. അങ്ങനല്ല, ആശയങ്ങൾക്ക് വളരെയധികം സ്വാധീന ശക്തിയുണ്ട്. ആൻഡ് നമ്മുടെയൊക്കെ ജഡം ദൈവവചനം വായിക്കുന്നതിന് പകരം മഞ്ഞപ്പത്രം അതിലുള്ള വിമർശനം വായിക്കാനാണ് നമ്മുടെ ജഡം കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഇവർക്കെല്ലാം കാശിനുള്ള സോഴ്സസ് ഉണ്ടായിരുന്നത് കൊണ്ട് 10,000-കണക്കിന് കോപ്പീസ് പ്രിന്റ് ചെയ്ത് എല്ലാ സഭകളിലും എത്തിച്ചു. വായിക്കാൻ പാടില്ലാത്തത് ദൈവജനം വായിച്ചു. അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വലിയ നാശനഷ്ടത്തിന് കാരണമായി തീർന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ദൈവം വിളിച്ചത്, ഞാൻ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ ആളുകൾ നൂറുകണക്കിന് വേർപാട് വിശ്വാസികൾ പിന്മാറ്റത്തിൽ പോകുവാനും ചിലർ ഈവൻ ആത്മഹത്യ ചെയ്യുവാനും കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവവചനം ഓർപ്പിക്കുന്നത് അച്ഛന്മാരില്ല, പട്ടക്കാരില്ല, അച്ഛന്മാരില്ല, മെത്രാന്മാരില്ല. എന്നാൽ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ദൈവം എന്തിനു വിളിച്ചെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ചുമതലയുണ്ട്. പൗലോസിനെ ദൈവം ഡയറക്ട്ലി വിളിക്കുകയാണ് ചെയ്ത്, ദമസ്കസ് റോഡിൽ ഡയറക്ട്ലി വിളിക്കുകയാണ് ചെയ്ത്. എന്നാൽ ഉപദേശ വിഷയങ്ങളെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച ചെയ്യുമ്പോൾ പൗലോസ് യെരുശലേമിലുള്ള പൗലോസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള വിശ്വാസികളുമായിട്ട് കൺസൾട്ട് ചെയ്യുമായിരുന്നു എന്ന് നാം കാണുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം ഇതാണ് വേദപുസ്തകത്തിന്റെ മാതൃക, ഇതാണ് വേർപാടിന്റെ മാതൃക. വിശ്വാസികൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകളെ നമ്മൾ പോഷിപ്പിക്കാൻ പാടില്ല. നമുക്കെല്ലാം ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയുള്ള ആളുകളായതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതൽ പോഷിപ്പിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ഒരുത്തനെ പാല് കൊടുത്ത് പോഷിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ സഭയിലുള്ള മറ്റുള്ളവർക്ക് എതിരെ എഴുതിക്കുള്ളൂ. അത് ഒരിക്കലും ഉചിതമല്ല. വേർപാട് സഭയ്ക്ക് 70 തൊട്ട് വളരെയധികം ദോഷമുണ്ടായിട്ടുണ്ട്. ഇനിയുമെങ്കിലും ദൈവമക്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി
ഇങ്ങനെയുള്ള ആളുകളെയും ഇങ്ങനെയുള്ള അവകാശവാദങ്ങളെയും ഇങ്ങനെയുള്ള പത്രങ്ങളെയും പോഷിപ്പിക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖന 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. പുതിയ നിയമസഭയിൽ പരിച്ഛേദനം ഒരു വിഷയമല്ല, ന്യായപ്രമാണം ഒരു വിഷയമല്ല. പുതിയ നിയമസഭയിൽ കൃപയിൽ കൂടെയാണ് നീതീകരണം എന്നുള്ള ഉപദേശം ഏറ്റവും വ്യക്തമായിട്ട് ആദ്യ തൊട്ടേ പ്രഖ്യാപിക്കപ്പെട്ടു വരുന്നു. അങ്ങനെ നീതീകരണം വിശ്വാസത്താലെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ കാരണം കൊണ്ട് തീത്തോസ് യവനനായിരുന്നു. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ തീത്തോസിനെ പരിച്ഛേദന ചെയ്യുവാൻ വേണ്ടി ആരും നിർബന്ധിച്ചില്ല. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പെന്തിക്കോസ്ത് നാളിൽ പെട്ടെന്നൊരു ഷോക്കായിരുന്നു. പഴയ നിയമ ന്യായപ്രമാണം 1500 വർഷം യഹൂദന്മാരെ അടക്കി ഭരിച്ച ആ ന്യായപ്രമാണം, ആ ആകാശത്തു നിന്ന് അഗ്നി വന്നതോടെ ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് ആളുകൾ സ്വതന്ത്രരായി. അത് വലിയൊരു ഷോക്കായിരുന്നു. അതുകൊണ്ട് ഈ പുതിയ കൃപായുഗത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എന്നാൽ മനസ്സിലാക്കിയ ആളുകൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി. അങ്ങനെയാണ് തീത്തോസ് യവനനായിരുന്നെങ്കിലും തീത്തോസ് രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ ആരും നിർബന്ധിച്ചില്ല. ബട്ട് ആ അവസ്ഥ തുടർന്നില്ലെന്നുള്ളത് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. 4-ാം വാക്യം പറയുന്നത്, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. ഇത് ഈ കള്ള സഹോദരൻ എന്നുള്ള പദപ്രയോഗം ദൈവവചനമാണ് പറയുന്നത്. കള്ളന്മാരെന്നല്ല, പുറത്തുനിന്ന് വന്ന കള്ളന്മാരെന്നല്ല, സഹോദരന്മാരായിട്ട് നടിക്കുന്ന കള്ളന്മാർ, അതാണ് കള്ള സഹോദരന്മാർ. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇവിടെ ദൈവവചനം വ്യക്തമാക്കുന്നത് സഹോദരന്മാര് എന്ന് പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഗലാത്യ ലേഖനം എഴുതിയ സമയം തന്നെ ഏതാണ്ട് AD 40 ആയപ്പോഴത്തേക്ക് സഭയുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി വന്നിരുന്നു. സഭയ്ക്ക് ഒരു ഈ പട്ടത്വ സഭകളിലുള്ളതുപോലെ ഒരു പൊതുഭരണം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് നുഴഞ്ഞു കയറാന് വളരെ എളുപ്പമാണ്. വന്നേച്ചാൽ മതി, അത് കഴിഞ്ഞ് ഞാൻ ഇന്നതാണെന്ന് അങ്ങ് പറഞ്ഞേച്ചാൽ മതി. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് അവർ കള്ള സഹോദരന്മാരാണ്. കള്ളന്മാരാണെങ്കിലും അവരെ യേശുക്രിസ്തുവിന്റെ ശരിയായ വിശ്വാസികളാണെന്നുള്ള കള്ള അവകാശവാദം ഉപയോഗിച്ച് നുഴഞ്ഞു കയറി വന്നതാണ്. ഈ നുഴഞ്ഞു കയറി വന്നതെന്ന് പറയാൻ കാരണം എന്താ? സഭയിലുള്ള സാധാരണ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു പ്രാദേശിക സഭയുമായിട്ട് കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്നവരാണ്. നുഴഞ്ഞു കയറി വരുന്നതോ ഞാൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു, ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു, ഇന്ന ആളിന്റെ കയ്യാലെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രക്ഷയുടെ അനുഭവം പോലും ഇല്ലാത്ത ആളുകളാണ് ഇതില് ധാരാളം. ചിലർക്ക് ചിലപ്പോൾ രക്ഷയുടെ അനുഭവം ഉണ്ടായിരിക്കും, എന്നാൽ രക്ഷ പ്രാപിച്ചത് തന്നെ ഒരു വേണ്ട രീതിയിലല്ല, വേണ്ട മാനസാന്തരമല്ല. ഏതായാലും അവർക്ക് ഒറ്റ ഒരു ഐഡന്റിറ്റിയാണ് ദൈവവചനം പറയുന്നത്, കള്ള സഹോദരന്മാര് നോർമൽ സഹോദരന്മാര് വരുന്ന രീതിയിലല്ല, ഇവർ നുഴഞ്ഞ് കയറിയാണ് വരുന്നത്. ഇത് നുഴഞ്ഞു കയറി വരുന്നതിന്റെ പുറകെ ഒരു പ്രത്യേക കാരണമുണ്ടെന്നുള്ളത് ദൈവവചനം വ്യക്തമാക്കുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സോ ഈ നുഴഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സഭകളിൽ ഒരു വ്യക്തി കടന്നു വരുന്നതിന് ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് സുവിശേഷം കേൾക്കുന്നു, രക്ഷയുടെ അനുഭവത്തിൽ വരുന്നു, വിശ്വാസികളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നു, അധികം താമസിക്കാതെ സ്നാനത്തെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം പറയുന്നു, ആ ആഗ്രഹത്തിനനുസരിച്ച് വിശ്വാസികൾ ആ വ്യക്തിയെ സ്നാനപ്പെടുത്തുന്നു, അങ്ങനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് വിശ്വാസികളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നു. എന്നാൽ ഇതല്ലാതെ വേറെ പല അബ്നോർമലായിട്ടുള്ള രീതിയിൽ ആളുകൾ സഭയിൽ വരാറുണ്ട്. അതിൽ ഓരോന്ന് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സിലുള്ളവരെല്ലാം നല്ല പക്വതയും പരിജ്ഞാനമുള്ള സഹോദര സഹോദരിമാരാണ്. നിങ്ങളുടെ ഒക്കെ സഭയിൽ വന്നിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ വേർപാട് സഭയിൽ വന്ന് കുഴപ്പക്കാരാണെന്ന് എവൻച്വലി മനസ്സിലായിട്ടുള്ള ആളുകൾ
എങ്ങനെ വേർപാട് സഭയിൽ വന്നു എന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്നത് സാധാരണ ഒരു വ്യക്തി വരുന്ന രീതിയിലല്ല ഇവർ സഭയിൽ പ്രവേശിച്ചത്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നത് അതിന് അതിൻ്റെതായ ഒരു എല്ലാ കുടുംബങ്ങളിലും കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സഭയിൽ ഒരു വിശ്വാസി വന്നു ചേരുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു നമ്മളെല്ലാം കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്നാൽ അങ്ങനെയുള്ള സിസ്റ്റമിനെ അട്ടിമറിച്ചിട്ട് നുഴഞ്ഞു കയറുന്ന ആളുകൾ സഭയിലുണ്ട്, നമ്മുടെ എല്ലാ സഭകളിലുണ്ട്, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് ബേസിക്കലി അവർ വിശ്വാസികളല്ല, സഹോദരന്മാരല്ല, കള്ള സഹോദരന്മാരാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവിടെ വരുന്ന ഒരു പ്രശ്നം, കേരള വേർപാടുകാരെന്ന് പറഞ്ഞ ഒരു പരിമിത സംഖ്യ വിശ്വാസികളാണ്. നമ്മളെല്ലാം വിവാഹ ബന്ധങ്ങളുടെ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നൂഡിൽസ് പോലെ കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ സഭയിലുള്ള ഒരു മൂപ്പനായിരിക്കും കുഴപ്പക്കാരനായ തന്റെ അളിയനെ ആ സഭയിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ സഭയിലുള്ള ഒരു പ്രധാനിയായിരിക്കും തന്റെ കുഴപ്പക്കാരനായ തന്റെ അനന്തരവനെ സഭയിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഈ നോർമലി വരുന്നതിന് പകരം നുഴഞ്ഞു കയറി വന്ന ആളുകൾക്ക് അവർ ആര് എന്ന് വ്യക്തമായിട്ട് അറിയാം, അവർ എന്തിനു വന്നു എന്നും വ്യക്തമായിട്ട് അറിയാം. സാധാരണ ഒരു വിശ്വാസി രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്നത് ഒരു യേശുക്രിസ്തുവിൽ കൂടുള്ള ആ പുതുജീവൻ പ്രാപിക്കാനും അത് കഴിഞ്ഞ് പ്രാദേശിക സഭയുമായിട്ട് കൂട്ടായ്മയിലിരുന്ന് ആത്മീക ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാനാണ്. എന്നാൽ നുഴഞ്ഞു കയറി വരുന്നവർ അതിനുവേണ്ടിയല്ല വരുന്നത്. അവർക്ക് ചില സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ട്. ദൈവവചനം തന്നെ പറയുന്നുണ്ട്, ഇത് എന്റെ വചനം അല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നുഴഞ്ഞു കയറി വരുന്നവരുടെ സ്ഥാപിത ലക്ഷ്യം നമ്മെ അടിമപ്പെടുത്തുക, വിശ്വാസികളെ അടിമപ്പെടുത്തുക. അത് വാക്ചാതുര്യത്തിൽ കൂടെ ആയിരിക്കും, ചിലപ്പം വിശ്വാസികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചായിരിക്കും, പരദൂഷണത്തിൽ കൂടെ ആയിരിക്കും, പല രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ നമ്മെ അടിമപ്പെടുത്തുന്നത്. ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം നമ്മൾ അടിമത്വത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പാടില്ല. അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആകാത്ത വേലക്കാരെ, ആകാത്ത സഹോദരന്മാരെ, കള്ള സഹോദരന്മാർ, ഇവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവരിൽ നിന്ന് അകന്ന് നിൽക്കണം. അങ്ങനെ ഈ കള്ള സഹോദരന്മാരെ മനസ്സിലാക്കാൻ വേർപാട് സമൂഹത്തിന് വലിയ പരാജയം പറ്റിയിട്ടുണ്ട്. ആ പരാജയത്തിന്റെ കാരണം കൊണ്ട് ഇവരിൽ ധാരാളം ആളുകൾ നമ്മെ പല രീതിയിൽ അടിമകളാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഹിന്ദു ദേവനായ പ്രജാപതിയെ വേർപാട് സമൂഹത്തിൽ വലിയ സ്ഥാനം പലർ നൽകിയിട്ടുണ്ട്. നമ്മളെ വിഗ്രഹങ്ങളുടെ അടിമയാക്കാൻ നോക്കും. പ്രാണിക് ഹീലിംഗ്, പൈശാചിക ശക്തികൾക്ക് നമ്മളെ അടിമകളാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ താൻ ദൈവമല്ല എന്നായിരുന്നെന്നുള്ള ഉപദേശം, യഹോവ സാക്ഷികളുടെ ഉപദേശത്തിന് നമ്മളെ അടിമകളാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ലൈഫ് റിന്യൂവൽ സെമിനാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തെ കുറിച്ച് എഴുതിയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം മാനുഷ ജഡത്തിന്റെ ശക്തിയിൽ ജീവിച്ച്, മാനുഷ ജഡത്തിന്റെ പ്രോത്സാഹനത്തിൽ ഫലം പുറപ്പെടുവിക്കുക. അതാണ് ലൈഫ് റിന്യൂവൽ സെമിനാർ. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം ഈ വിഷയത്തിനെല്ലാം എതിരെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാ. അതിവിടെ ചിലർക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്തു? ഇതെല്ലാം നുഴഞ്ഞ് കയറി വന്നവർ നമ്മുടെ ആത്മീക ജീവിതത്തിലെ പല മേഖലകൾ, ഒന്ന് സത്യദൈവത്തെ ആരാധിക്കുന്നത്, മറ്റൊന്ന് സാത്താന്യ ശക്തികളെ മാറ്റി നിർത്തുന്നത്, മറ്റൊന്ന് യഹോവ സാക്ഷി പോലുള്ള ദുരുപദേശങ്ങൾ മാറ്റി നിർത്തുന്നത്, മറ്റൊന്ന് മനുഷ്യ ജഡത്തെ, ദൈവവചനം പറയുന്നത് അതിനെ മരിപ്പിക്കണമെന്ന്, അതിന് പകരം അതിനെ പുനർജീവിപ്പിച്ച് അതിന്റെ അധീനതയിൽ നടക്കുക. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പാടില്ലാത്ത ശക്തികൾക്ക് വിശ്വാസിയെ അടിമയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വേർപാട് സമൂഹത്തിൽ ഏതാണ്ട് 1970 കഴിഞ്ഞ് നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. ഈ ശക്തികൾ ഇങ്ങനെ നമ്മളെ അടിമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഒരു പരിണിത ഫലം ഉണ്ടായിരിക്കുന്നത്, ഇന്ന് ആരെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റെന്ന് പറയാനുള്ള ധൈര്യം വളരെ കുറവ് ആളുകൾക്കേ ഉള്ളൂ. ചെറുപ്പക്കാർ പറയുന്നത് ഞാൻ ചെറുപ്പക്കാരനാ, മുതിർന്നവർ പറയട്ടെ. മുതിർന്നവർ പറയുന്നത് പ്രായമായി കഴിഞ്ഞ് ഞാൻ ഇനി എന്തിനാണ് കുഴപ്പം ചെയ്യുന്നത്, അത് മറ്റുള്ളവർ പറയട്ടെ. അപ്പൊ
എല്ലാവരും അവരവരുടെ കംഫർട്ട് സോണിൽ നിന്ന് ആരെന്ത് തിന്മ പഠിപ്പിച്ചാലും, തിന്മ പഠിപ്പിക്കുന്നവർ ഇരട്ടി ഉത്സാഹത്തോടെ അല്ലെ 10 ഇരട്ടി ഉത്സാഹത്തോടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വായടച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, AD 40 മുൻപ് തുടങ്ങിയതാണ്. ദൈവവചനം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തം അവർ നമ്മെ പോഷിപ്പിക്കാനല്ല, അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്നും നാം ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നുഴഞ്ഞു വരുന്ന കള്ള സഹോദരന്മാരുടെ സംഖ്യ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് നന്മയും തിന്മയും തമ്മിലുള്ള പരിജ്ഞാനം കുറയും തോറും ഇവരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ക്രിസ്തീയ വിശ്വാസം ആത്മീക സ്വാതന്ത്ര്യത്തെ നൽകുന്ന വിശ്വാസമാണ്. എന്നാൽ ഇവർ നമ്മളെ അടിമപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് നുഴഞ്ഞു കയറുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ വിഷയം ദൈവവചനം ആവർത്തിച്ചു പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ദുരുപദേശം ചിലപ്പം വിശ്വാസികൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, അത് ദുരുപദേശം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. മറ്റു ചിലർ പറയും ഉപദേശം അങ്ങ് പഠിപ്പിച്ചാൽ മതി, അതോടെ ദുരുപദേശം ആളുകൾക്ക് മനസ്സിലാകും. ആകത്തില്ല. ഇന്ത്യയിലെ നോട്ടുകൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിലെ ടോപ്പ് ഓഫീസേഴ്സിനല്ലേ ശരിയായ നോട്ട് അതെന്ത്, അതിന്റെ ലക്ഷണങ്ങൾ എന്തെന്നറിയാം. എന്നാൽ കുറെ സമയം മുൻപ് എറണാകുളത്ത് 500-ന്റെ കള്ളനോട്ടുകൾ പിടിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സിനെ പോയി കാണിച്ചിട്ട് അവർക്ക് പോലും ഇത് കള്ളനോട്ടോ എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ അത് പിടിച്ചത് എങ്ങനെ? പിടിച്ചതിനൊരു കാരണമുണ്ട്. അത് ഒരു തട്ടിപ്പ് ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് കള്ളനോട്ടാന്ന് അവർ സമ്മതിച്ചു. എന്നാൽ ഈ പിടിച്ച ഓഫീസേഴ്സ് പരിശോധിച്ചിട്ട് അവർക്ക് കള്ളനോട്ടാന്നുള്ളതിന്റെ തെളിവൊന്നും കിട്ടിയില്ല. അടുത്തുള്ള ബാങ്കിൽ കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഒടുവിൽ എറണാകുളത്തുള്ള റിസർവ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് അവർക്ക് മനസ്സിലായില്ല. അപ്പം ശരിയായ നോട്ട് എന്ന് അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കള്ളനോട്ട് മനസ്സിലാകും എന്നുള്ളത് അത് സത്യമല്ല, അതൊരു മിഥ്യയാണ്. അതുപോലെ തന്നെ ഉപദേശം അങ്ങ് പഠിപ്പിച്ചാൽ മതി, ദുരുപദേശത്തെ കുറിച്ച് മിണ്ടേണ്ട ആവശ്യമില്ല. ദുരുപദേശ ആളുകളുടെ മുൻപിൽ ഇത് ഇന്ന ദുരുപദേശം എന്ന് പറയേണ്ട ആവശ്യമില്ല, അതവർക്ക് മനസ്സിലാക്കിക്കോളൂ എന്നുള്ള ഒരു മിഥ്യ. കാരണം ദുരുപദേശം പഠിപ്പിക്കുന്നവർ എന്നും അത് വളരെ ആകർഷകമായ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അതൊരു അക്കരപ്പച്ചയായിട്ട് അയലോക്കത്തെ ഗാർഡനിലുള്ള അയലോക്കത്തെ പുൽപ്പുറത്തിന് പച്ചപ്പ് കൂടുതലാണെന്ന് പറയുന്നത് ദുരുപദേശങ്ങൾക്ക് വേണ്ടി അത് സത്യമാണ്. എല്ലാ ദുരുപദേശങ്ങളെ കുറിച്ചും അത് സത്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും എന്നൊന്നും ചിന്തിക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 1-2 വാക്യങ്ങളിൽ യഹൂദിയയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. കള്ള സഹോദരന്മാർ വിശ്വാസത്താലെ നീതീകരിക്കപ്പെട്ട വിശ്വാസികളോട് നിങ്ങൾ ഇന്നതൂടെ ചെയ്തില്ലേ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ 2-3 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. കള്ള സഹോദരന്മാരും കള്ളന്മാരല്ലാത്ത അല്ലെ ശരിയായ സഹോദരന്മാരും തമ്മിലുള്ള അന്തരം അവരുടെ വർത്താനത്തിൽ നിന്നോ അവരുടെ അപ്പിയറൻസിൽ നിന്നോ പേരിൽ നിന്നോ ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന ഒറ്റ ഒരു കാര്യത്തിൽ നിന്ന്, ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നാം പരിശോധിക്കേണ്ടത്. അങ്ങനെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസും ബർന്നബാസും എതിർത്തു. എന്നാൽ കള്ള സഹോദരന്മാർ ക്രിസ്തു സഭയിൽ കടന്നു വന്നു കഴിഞ്ഞ് ആദ്യമേ അവർ അവരുടെ തെറ്റായ ഉപദേശങ്ങൾ ഇറക്കുകയല്ല ചെയ്യുന്നത്. അവർക്കൊരു നിഗൂഢ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആദ്യമേ അവർ ആളുകളുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തും. കർണരസമാകുമാറുള്ള പ്രസംഗത്തിൽ കൂടെ, വാക്ശക്തിയിൽ കൂടെ, മറ്റു പല രീതിയിലുള്ള സഹായങ്ങളിൽ കൂടെ അവർ മനുഷ്യ മനസ്സുകളെ വശീകരിച്ച് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ സ്വാധീനം വിശ്വാസികളുടെ ഇടയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാണ് അവർ അവരുടെ ദുരുപദേശം ഇറക്കുമതി ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ ക്രിസ്തു സഭയിൽ ദുരുപദേശം
ആരെങ്കിലും പഠിപ്പിച്ച ഉടനെ ആരെങ്കിലും അത് എതിർക്കേണ്ടതാണ്. എതിർക്കാത്തതിന്റെ കാരണം ഓൾറെഡി അവർക്ക് സഭയിൽ സ്വാധീനമായി കഴിഞ്ഞായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിൽ ഇതിന്റെ പല മാതൃക നമുക്ക് ലഭിക്കുന്നുണ്ട്. സീനീ മലയുടെ താഴ്വരയിൽ നമ്മളെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുപോയ യഹോവയായ ദൈവത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അഹരോൻ പേടിച്ചുപോയി. ദൈവത്തെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്, മോശയുടെ വക്താവായിട്ട് ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ്, പ്ലസ് ആദ്യത്തെ മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ പോലും പേടിച്ചുപോയി. എന്തുകൊണ്ട്? ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ വിശ്വാസികളുടെ മധ്യേ ദുരുപദേശം ഇറക്കുന്നതിന് മുൻപ് പല രീതിയിലുള്ള സ്വാധീനം കയ്യിലാക്കും. ആ സ്വാധീനത്തിന്റെ കാരണം കൊണ്ട് ഈവൻ ലീഡർഷിപ്പ് പോലും പലപ്പോഴും അവരെ പേടിച്ചേ നിൽക്കത്തുള്ളൂ. അങ്ങനെയാണ് അഹരോൻ പേടിച്ചുപോയത്. അവർക്ക് വേണ്ടി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി, വിഗ്രഹത്തെ കുത്തി ഉണ്ടാക്കി എന്നാ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ആദ്യമേ മെഴുകും കൊണ്ട് ആ വിഗ്രഹം ഉണ്ടാക്കും. അതിന്റെ ചുറ്റിനും പ്രത്യേക രീതിയിലുള്ള മണ്ണ് പൊതിയും. അത് കഴിഞ്ഞ് ഉരുക്കി ആ മെഴുക് പുറത്തെടുത്തിട്ട് പിന്നെ ആ അച്ചിന്റെ അകത്തോട്ട്, മണ്ണും കൊണ്ടുള്ള അച്ചിന്റെ അകത്തോട്ട് മെറ്റൽ ഉരുക്കി ഒഴിക്കും. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്ന് ഓർപ്പിക്കട്ടെ. ആ വിഗ്രഹത്തെ നിർമ്മിക്കുവാൻ വേണ്ടി പല ദിവസങ്ങൾ എടുത്തു. രഹസ്യമായിട്ടൊന്നും അല്ലത് ചെയ്തത്, പരസ്യമായിട്ടാണ് ചെയ്തത്. അത് ചെയ്ത സമയത്ത് ഒരാള് എങ്കിലും അതിനെതിരെ സംസാരിച്ചതായിട്ട് നാം കാണുന്നില്ല. ഒരാൾ പോലും സംസാരിച്ചില്ല. ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ എന്നും ദൈവജനത്തിന്റെ മധ്യേ സ്വാധീനം ആദ്യമേ, ഉപദേശം പിന്നെ. അവരുടെ പെരുമാറ്റച്ചട്ടം അതാണ്. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, സ്വാധീനം ആദ്യമേ, ദുരുപദേശം പിന്നെ. അപ്പൊ ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് സ്വാധീനം ആർക്കാ ഉണ്ടായിരുന്നത്? ഒരു സമ്മിശ്രിത ജനം മിസ്രൈമിൽ നിന്ന് പോയതായിട്ട് നാം കാണുന്നത്. ഈ സമ്മിശ്രിത ജനം വിവാഹ ബന്ധങ്ങളുടെ കാരണം കൊണ്ട് യഹൂദന്മാരുടെ മധ്യേ അവർക്ക് വലിയ സ്വാധീനമായിരുന്നു. വിജാതീയരാണ്, വിവാഹ ബന്ധത്തിന്റെ കാരണം കൊണ്ട് അവരുടെ ബന്ധുക്കാരും ഒന്നും മിണ്ടത്തില്ല. സത്യം പറയുന്നവർക്കാണ് എപ്പോഴും പേടി. ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യ ഉപദേശത്തിൽ നിൽക്കുന്നവർ, അവർക്കാണ് എപ്പോഴും പേടി. ദുരുപദേഷ്ടാക്കന്മാർക്ക് ഒരിക്കലും പേടിയില്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ ഈ സമ്മിശ്രിത ജനം, ഈജിപ്ഷ്യൻസ്, അവരുടെ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി പ്രഷറൈസ് ചെയ്തപ്പോൾ അവര് വിവാഹം കഴിച്ചിരിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട ആർക്കും അത് എതിർക്കാനുള്ള ധൈര്യമുണ്ടായില്ല. അങ്ങനെ വലിയ ഒരു സമൂഹം ഈ വിവാഹം കഴിച്ച വിജാതീയരുടെ പക്ഷമാണെന്ന് കണ്ടപ്പോൾ അഹരോൻ പേടിച്ചുപോയി. ഇവൻ ഒരു നുണ പറഞ്ഞു, ഞാൻ എല്ലാം കൂടെ തീയിലിട്ടു, അതിൽ നിന്ന് ഈ കാളക്കുട്ടി പുറത്തോട്ട് ചാടി വന്നെന്ന്. അത്രയധികം അഹരോൻ പേടിച്ചു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ ഓടി ഇങ്ങോട്ട് വന്ന് ദുരുപദേശം പഠിപ്പിക്കുകയല്ല ചെയ്യും. ആദ്യമേ നുഴഞ്ഞു കയറും. അത് കഴിഞ്ഞ് പല രീതികളിൽ ദൈവജനത്തിന്റെ മധ്യേ പല രീതിയിലുള്ള സ്വാധീനം വാർത്തെടുക്കും. വേണ്ടി വന്ന ചിലരെയൊക്കെ പേടിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഒരു അമിത സ്വാധീനം ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് അവരുടെ ദുരുപദേശം ഇറക്കുമതി ചെയ്യുന്നത്. അതാ ഇവിടെ സംഭവിച്ചിരുന്നത്. ഇവരെ യഹൂദിയിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഓൾറെഡി അവർക്ക് വലിയ പേരും സ്റ്റേറ്റസും ഒക്കെ ഉണ്ട്. പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ ഇല്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഗലാത്യയിലുള്ള വിശ്വാസികളെല്ലാം അവരെ ഇമ്മീഡിയറ്റ്ലി എതിർക്കേണ്ടതായിരുന്നു. എതിർക്കാൻ സാധിച്ചില്ല. കാരണം അവർക്ക് അവരുടേതായ സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ഈ ദുരുപദേശം അവിടെ ഇറക്കുമതി ചെയ്തത്. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായതുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടായോ? ഇല്ല. ഇമ്മീഡിയറ്റ് പ്രയോജനം ഉണ്ടായി. ദൂരവ്യാപകമായിട്ട് പ്രയോജനം ഉണ്ടായി, എന്നാൽ ഇമ്മീഡിയറ്റ് പ്രയോജനം ഉണ്ടായില്ല. ഇത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. നുഴഞ്ഞ് കയറി വരുന്ന കള്ള സഹോദരന്മാരുടെ സ്വാധീനം അത്രയധികമാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാല് സത്യം അറിയാവുന്നവർ അവരോട് വാദപ്രതിവാദം ചെയ്താൽ പോലും സത്യം വിജയിക്കാന് കുറെയേറെ സംഘർഷമുണ്ടാകും. അതുകൊണ്ടാണ് ഫൈനലി പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി, ഇത് തർക്കസംഗതിയാണോ, രക്ഷവിശ്വാസത്താൽ എന്നുള്ള തർക്കസംഗതിയാണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇവിടെ തർക്കസംഗതി എന്നുള്ള വാക്ക് ദൈവവചനം ഉപയോഗിക്കാൻ കാരണം എന്താണ്? കാരണം ദുരുപദേഷ്ടാക്കന്മാർ സത്യസുവിശേഷത്തെ ഒരു തർക്കസംഗതി ആക്കി തീർന്നു. അങ്ങനെ അവർ ഇതൊരു തർക്കസംഗതി ആക്കി തീർത്തപ്പോൾ ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. ഇവിടെ രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, ദുരുപദേഷ്ടാക്കന്മാർ
എന്നും സഭയിൽ നുഴഞ്ഞു കയറി സത്യസുവിശേഷത്തെ തർക്കസംഗതിയാക്കി മാറ്റും. കാരണം ഒരു പ്രാവശ്യം സത്യസുവിശേഷം തർക്കസംഗതിയായി മാറിക്കഴിഞ്ഞാൽ സത്യസുവിശേഷത്തിൽ ആളുകളുടെ വിശ്വാസം ആടിത്തുടങ്ങും. നമ്പർ 2, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസും ബർന്നബാസും ചിലരും യെരുശലേമിലുള്ള സീനിയർ വിശ്വാസികളുടെ അടുത്ത് പോകാം എന്ന് തീരുമാനിച്ചു. ക്രിസ്തു സഭയിൽ പട്ടത്വ സഭകളിലുള്ള രീതിയിലുള്ള ഒരു ഹൈറാർക്കി, അച്ഛന്മാരും തിരുമേനിമാരും മെത്രാന്മാരും അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിലും ക്രിസ്തു സഭയിൽ എന്നും അംഗീകൃതമായ സഹോദരന്മാരുണ്ടാകും. മനുഷ്യനാൽ ഉള്ള അംഗീകാരമല്ല, ദൈവത്താലുള്ള അംഗീകാരമാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാകും. അങ്ങനെ തർക്കസംഗതിയാകുമ്പോൾ അങ്ങനെയുള്ള സഹോദരന്മാരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വേദപുസ്തകത്തിന്റെ മാതൃകയാണ്. ഇവിടെ അച്ഛന്മാരും മെത്രാന്മാരും ഇരുന്നല്ല തീരുമാനിക്കുന്നത്. ക്രിസ്തുവിൽ സീനിയറായിട്ടും അതുപോലെ തന്നെ അവരുടെ സ്ഥാപിക്കപ്പെട്ട ടെസ്റ്റ്മണിയുള്ള സഹോദരന്മാരാണ് കാര്യങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ പൗലോസും ബർന്നബാസും അങ്ങോട്ട് പോകാമെന്ന് വെച്ചത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഓർപ്പിക്കുന്നത് ഇത് വിശ്വാസികൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്തു കാണാതെ പഠിക്കേണ്ട വിഷയമാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മൾ പാടില്ലാത്ത കാര്യങ്ങളും പാടില്ലാത്ത വ്യക്തികളെയും സഭയിൽ അനുവദിച്ചു കഴിഞ്ഞാൽ എവൻച്വലി ഈ കള്ള സഹോദരന്മാർ സഭയെ ടേക്ക് ഓവർ ചെയ്യും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില വാക്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഗലാത്യലേഖനം 5:12. ഞാനത് വായിക്കുന്നില്ല. ഗലാത്യലേഖനം 5:12 നോട്ട് ചെയ്യുന്ന സഹോദരന്മാരെ പ്ലീസ് അത് നോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഫിലിപ്പി ലേഖനം 3:2-3, ഫിലിപ്പിയർ 3:2-3, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-17. അത് കഴിഞ്ഞ് നാം ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കും. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 3-5 സഭയിലുള്ള സീനിയർ സഹോദരന്മാരോട് വിഷയം വ്യക്തമാക്കണം എന്നുള്ളതാണ്. കാരണം അൾട്ടിമേറ്റ്ലി ഈ കള്ള സഹോദരന്മാർ നുഴഞ്ഞ് കയറി സഭയിൽ വന്ന് പല രീതിയിലുള്ള നാശങ്ങൾ ചെയ്യുമ്പോൾ അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഓക്കെ, വന്നു, തെറ്റുപഠിപ്പിച്ചു, വാദപ്രതിവാദം ഉണ്ടായി, യെരുശലേമിലോട്ട് പോയി സഹോദരന്മാരോട് സംസാരിക്കാവുന്ന വെച്ചു. ബട്ട് അതേ സമയത്ത് ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇന്ന് വിശ്വാസികളുടെ മധ്യേ ഒരു കംഫർട്ട് സോണിൽ ആവശ്യമില്ലാത്ത ശല്യം ഒന്നും ഉണ്ടാക്കണ്ട, ഒന്നും പറയാൻ പോകണ്ട എന്നുള്ള ആ മനോഭാവം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത് അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിനാണ് വന്നത്. ഈ നമ്മളിപ്പം വായിച്ച വാക്യത്തില് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. വിശ്വാസികൾക്കുള്ള വിളികളിൽ ഒന്നാണ് ദുരുപദേഷ്ടാക്കന്മാർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കരുത്. ഇവിടെ ഒരു വാക്യാംശം പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്, സുവിശേഷ സത്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഈ സുവിശേഷ സത്യങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഈ ആക്രമിക്കുന്ന ആളുകൾക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഉപദേശ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സഭയില് ഒരു ചർച്ചയോ തർക്കമോ വാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സഹോദരിമാര് ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ ഇതിലൊന്നും പെടണ്ട. മക്കള് പേരൻസിനോട് പറയുന്ന ഒരു കാര്യം, പപ്പ ഡാഡി ഇതിലൊന്നും പെടണ്ട. ചെറുപ്പക്കാരോട് അവരുടെ പേരൻസ് പറയും, നീ ചെറുപ്പക്കാരനെ, നീ ഇതിലൊന്നും പെടണ്ട. അപ്പൊ ആരാണ് ഇതിലൊക്കെ പെടേണ്ടത്? കള്ള സഹോദരൻ. ദൈവവചനം ഓർപ്പിക്കുന്നത് ക്രിസ്തു സഭയില് പെരുമാറ്റച്ചട്ടം അതല്ല. ക്രിസ്തു സഭയിൽ എല്ലാ വിശ്വാസികൾക്കും ദൈവാത്മാവ് കൊടുത്തിരിക്കുന്ന പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു നാഴിക പോലും ദുരുപദേഷ്ടാക്കന്മാർക്ക് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ മാത്രമേ സുവിശേഷത്തിന്റെ സത്യം
നമ്മളോടുകൂടെ നിലനിൽക്കത്തുള്ളൂ. വളരെ അഗ്രസീവായിട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇക്കാര്യത്തില് ഗ്രാജ്വലി നമ്മുടെ മധ്യേ കോംപ്രമൈസ് വർദ്ധിച്ചു വരുവാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായി കഴിഞ്ഞാൽ, സഹോദരന്മാരെ, നിങ്ങൾ രണ്ടുപേരും വിശ്വാസികളാ, നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ അങ്ങ് പോകാം. ആ രീതിയിലുള്ള സംസാരം വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിൾ സ്കൂളിൽ ഒരു പ്രാവശ്യം ചില സാർമാര് ദുരുപദേശം പഠിപ്പിക്കുന്നല്ലോ എന്ന് ചില സാർമാർ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സീനിയേഴ്സ് ഉടനെ പറഞ്ഞത്, സാർമാർ അവരുടെ ഇഷ്ടപ്രകാരം പഠിപ്പിക്കട്ടെ, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ. ഇതല്ല ദൈവവചനത്തിന്റെ മാതൃക. ഒരാൾ ദുരുപദേശം പഠിപ്പിക്കുന്നതെന്ന് ഒരു വ്യക്തി പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഇഷ്ടപ്രകാരം നുഴഞ്ഞു കയറി വന്നവൻ പഠിപ്പിക്കട്ടെന്നല്ല, നുഴഞ്ഞു കയറി വന്നവനെ വാണിംഗ് കൊടുത്തിട്ട് ആ ടീച്ചിങ് നിർത്താൻ തയ്യാറല്ലെങ്കിൽ അവനെ ബൈബിൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുക വേണ്ട. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവരെ തന്നെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പഠിപ്പിക്കേണ്ട ആളുകളാണ് കുട്ടികളെ സത്യം പഠിപ്പിക്കേണ്ടത്. എന്നാൽ നമ്മളിപ്പോ കംഫർട്ട് സോണിലായി പോയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. സഭകളുടെ പുൾപിറ്റിൽ കൂടെ ഓരോരുത്തരെ നുഴഞ്ഞു കയറി വന്നവരെ ദുരുപദേശം ഇറക്കുമതി ചെയ്യുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നു. ചെറുപ്പക്കാര് പറയുന്നത് ഞാൻ ചെറുപ്പക്കാരനാണ്, മുതിർന്നവര് പറയട്ടെ. മുതിർന്നവര് പറയുന്നത് പ്രായമായി, ഇനി ഞാനായിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട. അപ്പം ദുരുപദേശമാണെന്ന് പറഞ്ഞ് ഉപദേശത്തെ സ്ഥാപിക്കുന്ന ആശയക്കുഴപ്പമാണ്. അതേസമയത്ത് ദുരുപദേശം പഠിപ്പിക്കുന്നവൻ അവനല്ല ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്, നമ്മളാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം വിശ്വാസത്തിൽ നമ്മൾ വളരെ അയഞ്ഞ് ആ സമ്മിശ്രിത ജനം പോലെ നാം ആയി തീർന്നതിന്റെ പരിണിത ഫലമാണ്. പല കാരണം കൊണ്ട് ഇന്ന് നമ്മിൽ പലരും ആ സമ്മിശ്രിത ജനം പോലെ ആയിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 11:4 ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 2 കൊരിന്ത്യർ 11:4 പറയുന്നത്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് കോരിന്തിൽ നടന്ന കാര്യമാണ്. എന്നാൽ കോരിന്തിൽ മാത്രമാണോ നടന്നത്? നമ്മുടെ മധ്യയും ഇങ്ങനെ തന്നെ നടക്കുന്നില്ലേ? നമ്മൾ ദുരുപദേഷ്ടാക്കന്മാരെ പൊറുക്കുന്നില്ലേ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 2:8 കൊലോസ്യ ലേഖനം 2:8 തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണം ഉള്ളതല്ല. തത്വജ്ഞാനം സാധാരണ ഫിലോസഫിയെ കുറിച്ച് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിരിക്കും, ജോൺസൺ ബ്രദറെ എനിക്ക് ഫിലോസഫി അറിയത്തുമില്ല, നമ്മുടെ സഭകളിലൊന്നും ആരും ഫിലോസഫി ഇറക്കുന്നില്ല. അങ്ങനല്ല. ഈ ഫിലോസഫി എന്ന് പറഞ്ഞാല് മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങളല്ല ഫിലോസഫി. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാല് ഏതാശയവും നമ്മുടെ മധ്യേ ഇറക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ത്രിത്വം മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ ത്രിത്വത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഫിലോസഫിയാണ്. ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ നീച്ചെ ഇവർ പഠിപ്പിച്ചതല്ല മാത്രമല്ല ഫിലോസഫി. ഇത് നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതും ഫിലോസഫിയാണ്. ദൈവവചനം ഓർപ്പിക്കുന്ന തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട്. അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചു പറഞ്ഞതിന്റെ കാരണം എന്താണ്? വിശ്വാസികളുടെ മധ്യേ ഈ നുഴഞ്ഞു കയറി വരുന്ന സഹോദരന്മാർ പഠിപ്പിക്കുന്നത് പല ഡയറക്റ്റ് വഞ്ചനയാണ്. മറ്റു ചിലത് തത്വജ്ഞാനത്തിൽ കൂടെയുള്ള വഞ്ചനയാണ്. മറ്റു ചിലത് തത്വജ്ഞാനവും വഞ്ചനയും കൂടെ ചേർത്തുള്ള വഞ്ചനയാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പു. കവർന്നു കളയുക എന്ന് പറഞ്ഞാൽ സ്ലോലി ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുന്നതാണ്. അത് മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണമുള്ളതല്ല. 1 തിമോത്തിയോസ് 1:3-4 നാം വായിക്കുന്നത്, 1 തിമോത്തിയോസ് 1:3-4 അന്യഥാ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്ക് അല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ
ഇപ്പോഴും ചെയ്യുന്നു. അന്യഥാ ഉപദേശിക്കരുത്. തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ, ഈ കെട്ടുകഥകൾക്ക് വിശ്വാസികൾ അമിത പ്രാധാന്യം കൊടുക്കുന്നു. ഞാനത് എപ്പോഴും ഞാൻ ആ കാര്യം ഓർക്കാറുണ്ട്. ഇന്ന് വാട്സാപ്പ് നമ്മുടെ എല്ലാം ദൈവമായി മാറിയിരിക്കുവാണല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പലരെ വാട്സാപ്പാണ് നോക്കുന്നത്. വാട്സാപ്പില് വൃഥാ കഥകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പല ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെയുള്ള പല ഗ്രൂപ്പ്സ് എന്നെ അങ്ങോട്ടങ്ങ് ചേർക്കാറുണ്ട്. ഒരു ദിവസം 200, 400, 600, ഈയിടെ ഞാൻ എണ്ണി ഒരു ദിവസം 1100 പോസ്റ്റാ വന്നു. എന്താണ്? വെറും കെട്ടുകഥ. അതിന് ആളുകൾക്ക് സമയമുണ്ട്. സമയമില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന ആള് സമയമുണ്ട്, എനർജി ഉണ്ട്, എഴുതാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഈ കെട്ടുകഥകൾ ചർച്ച ചെയ്യുന്നതും വൃഥാവാദ പ്രതിവാദം ചെയ്യുന്ന ഗ്രൂപ്പ്സിൽ എത്ര സമയം ചെലവഴിച്ച് എത്ര സമർപ്പണത്തോടെ ആളുകൾ എഴുതുന്നു? ആ രീതിയിൽ ഉപദേശം ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പ്സിൽ എഴുതാറുണ്ടോ? ഇല്ല. ബ്രദറൻ സ്പിരിച്വൽ ട്രൂത്ത് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, മണിയും പതിരും എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഉപദേശം ചർച്ച ചെയ്യാനാണ്. ആ ഗ്രൂപ്പിലൊക്കെ ഉപദേശത്തിന് പകരം ആളുകൾ കൊണ്ടുപോയി നോട്ടീസ് പോസ്റ്റ് ചെയ്യുക. കാരണം ഉപദേശം ചർച്ച ചെയ്യാൻ ആളില്ല, നയിക്കാനും ആളില്ല, അതിനോട് വേണ്ട രീതി പ്രതികരിക്കാനും ആളില്ല. അതേ സമയത്ത് ത്രിത്വത്തെ എതിർക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ആരെങ്കിലും തുടങ്ങി കഴിഞ്ഞ രാവിലെ തൊട്ട് വൈകുന്നവരെ വിശ്വാസികൾ എഴുതിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ദൈവവചനം പറയുന്നത്. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കുക. ഇത് ബ്രദേഴ്സ്, ഇതുകൊണ്ട് യാതൊരു ആത്മീക വളർച്ച ഉണ്ടാകത്തില്ല. ഇത് ആത്മീയ ജീവിതത്തെ തളർത്ത് കളയുകയുള്ളൂ. ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ ആക്ച്വലി ഈ വാക്യങ്ങൾ 3 തൊട്ട് 5 ഇതിൽ 2 വിഷയങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവം നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചു, അത് നമ്മൾ സഭയിലുള്ള സീനിയേഴ്സിനെ ബോധ്യപ്പെടുത്തണം. അത് ചിലപ്പോൾ സഭയിലുള്ള മൂപ്പന്മാരായിരിക്കും, ബൈബിൾ ടീച്ചേഴ്സ് ആയിരിക്കും, അത് ആരാണെന്നുള്ളത് ഓരോ സാഹചര്യത്തിനനുസരിച്ച്. അതേ സമയത്ത് അവരുടെ സഹായത്തോടെ ദുരുപദേശം ഖണ്ഡിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേ സമയത്ത് ഈ ആവശ്യമില്ലാത്ത വാദപ്രതിവാദവും തർക്കവും ഒക്കെ ചെയ്യുന്ന ആളുകളും ദുരുപദേശം പഠിപ്പിക്കുന്നവരെ ഒരു നിമിഷം പോലും നാം പൊറുക്കരുത് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവാത്മാവ് നമ്മിൽ എല്ലാവരെയും സഹായിക്കട്ടെ.